നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. 2025 എന്ന മനോഹരമായ വർഷം കടന്നുപോയി. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. നിരവധി മാറ്റങ്ങളായിരിക്കും ഈ വർഷം നടക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എല്ലാവരും നിരവധി കാര്യങ്ങൾ പുതിയ വർഷത്തിലേക്ക് തീരുമാനിച്ചിട്ടുണ്ടാകും. 2026 വരാൻ പോകുന്ന മാറ്റങ്ങൾ കൂടി മനസ്സിലാക്കി നിങ്ങൾ ഈ വർഷത്തേക്കുള്ള പ്ലാനുകൾ ക്രമീകരിച്ചാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. ജനുവരി 1 മുതൽ ഇന്ത്യയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ആധാർ കാർഡും പാനും ലിങ്ക് ചെയ്യാനുള്ള തീയതി അവസാനിച്ചു. നേരത്തെ സർക്കാർ നൽകിയ അറിയിപ്പുകൾ പ്രകാരം ഇതുവരെ നിങ്ങളുടെ പാൻ, ആധാർ എന്നിവ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്താനാകില്ല. മാത്രമല്ല 2026 ജനുവരി 1 നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമായിട്ടുണ്ടാകും. അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. അത്തരത്തിൽ ഉപയോഗശൂന്യമായ പാൻ കാർഡ് നിങ്ങൾക്ക് പലതരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഉപയോക്താക്കൾക്ക് ITR റീഫണ്ടുകൾ, രസീതുകൾ, ബാങ്കിംഗ് മേഖലയിൽ തടസ്സങ്ങൾ എന്നിവ അനുഭവപ്പെടും. കൂടാതെ പാൻ ഉപയോഗശൂന്യമാണെങ്കിൽ പല സർക്കാർ പദ്ധതികളുടെയും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. 2024 ഒക്ടോബർ 1 മുൻപ് ആധാർ നമ്പറുകൾ ഉപയോഗിച്ച് പാൻ കാർഡുകൾ എടുത്ത കാർഡ് ഉടമകൾ ഡിസംബർ 31 വരെ ആധാർ പാൻ ലിങ്കിംഗ് പ്രക്രിയയ്ക്ക് സർക്കാർ സമയം നൽകിയിരുന്നു. രണ്ടാമത്തെ മാറ്റം LPG സിലിണ്ടർ വിലകളിലെ മാറ്റമാണ്. എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും 1-ാം തീയതി LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വില പരിഷ്കരിക്കാറുണ്ട്. ഇത്തവണയും LPG വിലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില അതേപടി തുടർന്നിരുന്നു. എന്നാൽ ജനുവരി 1 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറുകൾക്ക് 111 രൂപ സർക്കാർ വർദ്ധിപ്പിച്ചതോടെ ഇന്ധന വിലയിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വർധനവ് രാജ്യത്തുടനീളമുള്ള ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ചെറുകിട ബിസിനസ്സുകൾ എന്നിവയുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മൂന്നാമത്തെ മാറ്റം ATF, CNG, PNG വിലകളിൽ മാറ്റം വരാം എന്നുള്ളതാണ്. LPG വില മാറുന്നതിനൊപ്പം എണ്ണ വിപണന കമ്പനികളും വിലകളിൽ മാറ്റം വരുത്തുന്നുണ്ട്. എണ്ണ വിപണന കമ്പനികൾ മാസത്തിലെ ആദ്യ ദിവസം ATFന്റെ അതായത് എയർ ടർബൈൻ ഇന്ധനത്തിന്റെ പുതുക്കിയ വിലകൾ പുറത്തിറക്കും. ഇത് വിമാന ടിക്കറ്റുകളുടെ നിരക്കിനെ നേരിട്ട് ബാധിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി 1 മുതൽ ജെറ്റ് ഇന്ധനത്തിലും CNG, PNG വിലകളിലും മാറ്റങ്ങൾ വന്നേക്കാം. നാലാമത്തെ മാറ്റം പുതിയ നികുതി നിയമമാണ്. 2025-26 വർഷത്തെ ആദായ നികുതി നിയമം ജനുവരി 1 പൂർണ്ണമായും നടപ്പാക്കില്ല. എന്നിരുന്നാലും സർക്കാർ പുതിയ ITR ഫോമുകളും നിയമങ്ങളും ജനുവരിയോടെ അറിയിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ നിയമങ്ങൾ 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഈ നിയമങ്ങൾ പഴയ നികുതി നിയമമായ 1961 ആദായ നികുതി നിയമത്തെ മാറ്റും. പുതിയ നിയമപ്രകാരം സിസ്റ്റം കുറച്ചുകൂടെ ലളിതമാക്കും. അഞ്ചാമത്തെ മാറ്റം 8-ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കലാണ്. 2026 ജനുവരി 1 മുതൽ സർക്കാർ 8-ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിദഗ്ധരും പറയുന്നുണ്ട്. എന്നാൽ വർദ്ധിച്ച ശമ്പളത്തിന്റെയും പെൻഷന്റെയും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കാത്തിരിക്കേണ്ടി വരും. ആറാമത്തെ മാറ്റം കാർ വാങ്ങുന്നത് കൂടുതൽ ചെലവേറിയതായിരിക്കും. പുതിയ വർഷം ഒരു കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരായിരിക്കും കൂടുതലും. 2026 ജനുവരി 1 മുതൽ കാറ് വാങ്ങാൻ പദ്ധതിയിടുന്നവർ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. രാജ്യത്തെ നിരവധി പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനികൾ അവരുടെ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിലെ പല പ്രമുഖ കമ്പനികളും 3000 രൂപ മുതൽ 3% വരെ വാഹനവില വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ്, ഹോണ്ട തുടങ്ങിയ കമ്പനികളും വില വർധനവിനെ കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട്. ഏഴാമത്തെ മാറ്റം പ്രധാനമന്ത്രി കിസാൻ യോജന നിയമങ്ങളിലാണ്. പുതുവർഷത്തിൽ പല സംസ്ഥാനങ്ങളിലെ കർഷകർക്കും പ്രധാനമന്ത്രി കിസാൻ യോജനയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടുന്നതിന് കർഷക ID ആവശ്യമായി വരും. ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് നിർബന്ധമാക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ നിയമങ്ങളിൽ മാറ്റം വരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി കിസാൻ വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിന്റെ റിപ്പോർട്ട് 72 മണിക്കൂറിനുള്ളിൽ സമർപ്പിച്ചാൽ കവറേജ് ലഭിക്കും. എട്ടാമത്തെ മാറ്റം UPI, FD, ലോൺ, സിം എന്നിവയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ്. ജനുവരി 1 മുതൽ UPI, ഡിജിറ്റൽ പേയ്മെന്റുകൾ എന്നിവയുടെ നിയമങ്ങൾ ബാങ്ക് കർശനമാക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. രാജ്യത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് കേസുകൾ തടയുന്നതിന് സിം വെരിഫിക്കേഷൻ നിയമങ്ങളും കർശനമാക്കും. വാട്സാപ്പ്, ടെലഗ്രാം, സിഗ്നൽ തുടങ്ങിയ ആപ്പുകൾ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് കുറയ്ക്കുന്നതിനാണ് ഈ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. SBI,
PNB, HDFC ബാങ്ക് എന്നിവ കുറച്ച വായ്പാ നിരക്കുകൾ 2026 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുത്തും എന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം പുതിയ FD പലിശ നിരക്കുകൾ ജനുവരി മുതൽ ബാധകമാകും. ഇത് നിങ്ങളുടെ നിക്ഷേപത്തെ നേരിട്ട് ബാധിക്കും. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.